അടിസ്ഥാന സൗകര്യ വികസനത്തിനും പാർപ്പിട മേഖലയ്ക്കും കാർഷിക മേഖലയ്ക്കും ഊന്നൽ നൽകി ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റിനാണ് 2026-27 വർഷത്തേക്ക് അംഗീകാരം നൽകിയിട്ടുള്ളതെന്ന് വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയ്ക്കൻ പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം, ദാരിദ്ര്യ ലഘൂകരണം, ഭവന നിർമ്മാണം, കാർഷിക വികസനം, മൃഗസംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, കുട്ടികളുടെ ക്ഷേമം, വയോജന ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ ഊന്നൽ നൽകിയുള്ള 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിനാണ് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്ത് അംഗീകാരം നൽകിയത്. ആകെ 20,73,73,077 രൂപ വരവും 20,18,03,132 രൂപ ചെലവും 54,69,945 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയ്ക്കൽ അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് എല്ലാ മേഖലയ്ക്കും പരിഗണന നൽകിയുള്ള ബജറ്റാണ് പുതിയ സാമ്പത്തിക വർഷത്തേക്ക് അംഗീകാരം നൽകിയിട്ടുള്ളതെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. പ്രായോഗികവും ജനങ്ങൾക്ക് ഉപകാരപ്രദവുമായ വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ദാരിദ്ര്യ ലഘൂകരണം, ഭവന നിർമ്മാണം, അടിസ്ഥാന സൗകര്യ വികസനം, കാർഷിക വികസനം, മൃഗസംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ സംരക്ഷണം, ആരോഗ്യം, സാമൂഹ്യക്ഷേമം, കുട്ടികളുടെ ക്ഷേമം, വയോജന ക്ഷേമം തുടങ്ങിയ മേഖലകളിൽ ഊന്നൽ നൽകിയിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജിമോൾ ഷിബിയുടെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെയ്സ് കാവുങ്കൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജയൻ കുഴിക്കാട്ട്, ശോഭ PR, ജയമോൾ സാബു, കുടുംബശ്രീ ചെയർപേഴ്സൺ അനു അനി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, വിവിധ സാമൂഹ്യ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.